വടശ്ശേരിക്കരയിൽ യുവാവിനെ ബന്ധുവീട്ടിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബന്ധുവായ വീട്ടുടമസ്ഥനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു. വടശ്ശേരിക്കര ആറ്റുകടവ് പേങ്ങോട്ട് പീടികയിൽ ബേബി എന്ന ജോബി അലക്സാണ്ടർ കൊല്ലപ്പെട്ട കേസിൽ ബന്ധു പള്ളിക്കമ്പരുക്ക് പേങ്ങാട്ടുകടവ് പേങ്ങാട്ട് പീടികയിൽ റെജി പി രാജു, റാന്നി പുതുശ്ശേരിമല കരണ്ടകത്തുംപാറ ആഞ്ഞിലപ്പാറ കുഞ്ഞാച്ചി എന്ന് വിളിക്കുന്ന AV വിശാഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജോബിയുടെ പിതൃ സഹോദരിയുടെ മകനായ റെജിയുടെ വീട്ടിലാണ് കഴിഞ്ഞ 16-ന് രാവിലെ ചോരയിൽ കുളിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അന്ന് തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം രാത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജോബിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച വിശാഖാണ് ഒന്നാം പ്രതി. 15-ന് വൈകിട്ട് 4-നും പിറ്റേന്ന് രാവിലെ 6:30-നും ഇടെയാണ് കൊലപാതകം നടന്നത്. റെജി 16-ന് രാവിലെ 6:30-നാണ് വാർഡകം ശ്രീജ മോളെ ഫോണിൽ വിളിച്ച് വീടിന്റെ ഹാളിനുള്ളിൽ ജോബി അലക്സാണ്ടർ രക്തം വാർന്നു കിടക്കുകയാണെന്ന് അറിയിച്ചത്. വാർഡകം വിളിച്ചു പറഞ്ഞതോടെ റാന്നി SI റെജി തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ R മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ വീട്ടുടമസ്ഥനും ജോബിയുടെ ബന്ധുവുമായ റെജിയെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ബന്ധുവായ റോണിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി റെജിയും ജോബിയും പേങ്ങോട്ടുകടവിലുള്ള കാർമേൽ മാർത്തോമ പള്ളിയിൽ 15-ന് പോയിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും റെജിയുടെ വീട്ടിലെത്തി മദ്യപിച്ചു. അതിനിടെ വസ്തു വീതം വയ്പുമായി ബന്ധപ്പെട്ട വിഷയം ജോബിയുമായി സംസാരിച്ചു തർക്കത്തിലേർപ്പെടുകയായിരുന്നു. അടിപിടി ഉണ്ടായത്. റെജിയുടെ വലത് ചെള്ളയ്ക്ക് അടിയേറ്റു. പ്രകോപിതനായ ഇയാൾ സുഹൃത്ത് വിശാഖിനെ ഫോണിൽ വിളിച്ചു വരുത്തി. വിശാഖ് വൈകിട്ട് 5:30-ന് പള്ളിക്കമുരുക്ക് ജംഗ്ഷനിലെത്തി. അവിടെ പർപ്പടക നിർമ്മാണക്കടയിലെ ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ഷഹീറിൽ നിന്നും കടയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തി വാങ്ങി. റെജിയുടെ വീട്ടിൽ അവർ എത്തിയപ്പോൾ ജോബിയും റെജിയും തർക്കം തുടരുകയായിരുന്നു. ഇതിൽ ഇടപെട്ട വിശാഖും ജോബിയുമായി പിടിവലിയുണ്ടായി. അതോടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് വെട്ടി. 2 തവണ വെട്ടി വലത് കൈത്തണ്ടയിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായി ചോദ്യം ചെയ്യലിൽ വിശാഖ് സമ്മതിച്ചു. തുടർന്ന് ഇയാൾ സ്ഥലം വിട്ടു. മുറിവേറ്റ് അവശനായി നിലത്ത് വീണ ജോബിക്ക് റെജി വൈദ്യസഹായം ലഭ്യമാക്കിയില്ല. അയൽവാസികളെയോ പോലീസിനെയോ വിവരം അറിയിക്കുകയും ചെയ്തില്ല. രക്തം വാർന്നാണ് ജോബി മരിച്ചതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. വിശാഖ് കത്തി കഴുകി വൃത്തിയാക്കി പർപ്പടക കടയിൽ ഏൽപ്പിച്ചു. ജോബിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഭാര്യയും 2 മക്കളുമൊത്ത് കരിക്കുളത്താണ് താമസം. കൂലിപ്പണിക്കാരനായ വിശാഖ അവിവാഹിതനാണ്. മാതാപിതാക്കൾക്കും 2 സഹോദരങ്ങൾക്കുമൊപ്പം പള്ളിക്കമുക്ക് കരണ്ടകത്തുംപാറയിലാണ് താമസിക്കുന്നത്. ഇയാളുടെ പേരിൽ ആറന്മുള, റാന്നി, പെരുന്നാട് പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. റെജി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തിൽ വലതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് വെപ്പുകാലിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത്. നേരത്തെ കൃഷിപ്പണിയും ലോട്ടറി കച്ചവടവും നടത്തിയിരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റത്തിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും ഇയാൾക്കെതിരെ റാന്നി പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് നിലവിലുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. DYSP R ജയരാജിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പോലീസ് ഇൻസ്പെക്ടർ R മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI റെജി തോമസ്, ASI-മാരായ അജു K അലി, സൂരജ് C മാത്യു, വിജു മാത്യു S, CPO-മാരായ ഗോകുൽ, ആഞ്ചലോ, സതീഷ് എന്നിവരാണുള്ളത്. വിശദമായ അന്വേഷണം തുടങ്ങുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു.